തയ്യാറാക്കുന്നത് ഒരു ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു ഹെൽത്തി ദോശയാണ്. നമ്മൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക്, പ്രായമായവർക്കുമൊക്കെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ട് ദോശയാണ്. അത് നമുക്ക് വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചാണ്. എന്തെങ്കിലുമൊക്കെ കറികൾ കൂട്ടി അത് കഴിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നൈറ്റിൽ കഴിക്കണോ ഭക്ഷണമാക്കിയ ആയാലും നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പോളം പച്ചരി, ഒരു 50 ഗ്രാം ഉഴുന്ന്, 50 ഗ്രാം ചുമന്ന പരിപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുതിർത്തി തലേദിവസം കുതിർത്തുക. അതിനുശേഷം അതിലേക്ക് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട്, പിന്നെ അതിന് സൈഡായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം മുളക്, പിന്നെ നമുക്ക് ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ മാവ് നല്ല സൂപ്പർ കളറിൽ നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ട്. തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചതാണ്. ഞാൻ പിറ്റേ ദിവസമാണ് എന്നിട്ട് അത് ചുട്ടെടുക്കുന്നത്. ഇത് പച്ചരി അല്ലാതെ നമുക്ക് ഓട്സ് ഇട്ടും ഉണ്ടാക്കാം. ഓട്സ് ആണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് അത് പരിപ്പൊക്കെ ഒന്ന് കുതിർത്തിയാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് 1 മണിക്കൂർ കുതിർത്തിയിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്താലും നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ദോശ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ബീറ്റ്റൂട്ട് ദോശ നന്നായിട്ട് ചുട്ടെടുത്താൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി അത് മാവെല്ലാം ഞാൻ 2-3 ദോശയ്ക്കുള്ള മാവായിരുന്നു, അതെല്ലാം നമ്മളൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ക്രിസ്പി ആയിട്ട് വേണ്ട, കുറച്ച് തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് അതുപോലെ തന്നെ തിക്കായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുത്ത് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മുടെ ദോശയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ചമ്മന്തി കൂടി, ഒരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കുഞ്ഞ് കഷ്ണം കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, നമ്മുടെ മല്ലിയില. മല്ലിയില നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. കുറച്ചധികം ചേർത്തെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ അളവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പകുതിയായി ഭാഗമായിട്ടുള്ളൂ. ഇനി അത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയതാണ്. അരയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും, ഒത്തിരി ലൂസായിട്ട് എടുക്കണ്ട. ഇനി നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് താളിച്ചെടുക്കണം. താളിക്കാനായിട്ട് നല്ല ചെറിയ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഒരു 2-3 ഉണക്കമുളക്, ഒരു തണ്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൂത്ത് വന്നാൽ നമുക്കിത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ കുട്ടികൾക്കുമൊക്കെ ഇത് കൊടുത്താൽ അവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. അത് ഈ കളർഫുൾ തന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ബീറ്റ്റൂട്ട് ദോശയും ഗ്രീൻ ചട്നിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.